നമസ്കാരം. ഇവിടെ ഇപ്പോൾ വസന്തകാലമാണ്. കഴിഞ്ഞ വർഷവും വസന്തകാലത്ത് ഈ ചെറി ബ്ലോസം പൂത്തു നിൽക്കുന്ന ഒട്ടേറെ വീഡിയോസ് ചെയ്തിരുന്നു. ഇത്രയും മനോഹരമായ ഈ വസന്തകാലം വീണ്ടും വീണ്ടും എത്ര വീഡിയോ എടുത്താലും മടുക്കില്ല. അതുകൊണ്ട് ഇത്തവണയും കുറച്ചൊരു വീഡിയോ ഉൾപ്പെടുത്തുകയാണ്. നല്ല അതിമനോഹരമായ ചെറി ബ്ലോസം ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ പൂക്കളും വിടർന്നിട്ടുണ്ട്. ടുലിപ്സും ബ്ലൂബെൽസും അതുപോലെ ഒട്ടുമിക്ക അത്യാവശ്യം എല്ലാ പൂക്കളും വിടർന്നു നിൽക്കുന്ന സമയമാണ്. നല്ല കാഴ്ചകളാണ്. പറ്റാവുന്ന കാഴ്ചകൾ ഇത്തവണയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. കാഴ്ചകൾ കാണാം. വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ടുള്ള ചെറി ബ്ലോസമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ചെറി മരങ്ങളുടെ പൂക്കളാണ് ഈ കാണുന്നത്. സാധാരണയായി പിങ്ക് നിറത്തിലും വെളുത്ത നിറത്തിലുമാണ് ഈ പൂക്കൾ കാണപ്പെടുന്നത്. UK-യിലും യൂറോപ്പിലും ഏകദേശം മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ചെറി ബ്ലോസം വിരിയുന്നത്. അത് കാലാവസ്ഥക്കനുസരിച്ച് നേരത്തെയും വൈകിയും ഉണ്ടാവാം. ഏർലി ബ്ലോസം എന്ന് പറയുന്നത് മാർച്ച് ആദ്യ ഭാഗവും പീക്ക് ബ്ലോസം എന്ന് പറയുന്നത് മാർച്ച് അവസാനം മുതൽ ഏപ്രിൽ മധ്യം വരെയൊക്കെയാണ് അതിൻ്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ചെറി ബ്ലോസം പ്രതിഭാസം എന്നുള്ള രീതിയിൽ ഭയങ്കര ഫേമസ് ആവുന്നത് ജപ്പാനിൽ നിന്നാണ്. ആ ജപ്പാനിൽ ഉണ്ടായ ചെറി ബ്ലോസവും അതിൻ്റെ കൾച്ചറൊക്കെയാണ് ലോക പ്രശസ്തമായത്. പക്ഷേ ഇപ്പം UK-യിലും യൂറോപ്പിലൊക്കെ ഈ ചെറിയ മരങ്ങൾ പൂക്കുന്നത് ഒരു ആഘോഷ ദിവസങ്ങളായിട്ട് മാറുകയാണ്. ഏകദേശം 1-2 ആഴ്ച ഈ പൂക്കളിങ്ങനെ നിന്ന് ആ ഒരു മരം മൊത്തം പിങ്ക് അല്ലെങ്കിൽ വൈറ്റിഷായി മാറുകയാണ്. അതിപ്പോൾ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ കുറച്ചധികം ചെറിയ മരങ്ങളുള്ള സ്ഥലത്ത് ആ ഒരു പൂക്കൾ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അത് നോക്കി ഇങ്ങനെ നിന്നു, അത്ര മനോഹരമാണ്. പിന്നെ ഈ ഇളം കാറ്റിലേക്ക് ഇങ്ങനെ ചെറിയ മരങ്ങളുടെ പൂക്കൾ ഇങ്ങനെ താഴത്തേക്ക് വരുന്നൊക്കെ ഒരു പ്രത്യേക ഫീലാണ് ഇതൊക്കെ കണ്ടു നിൽക്കുക എന്ന് പറയുന്നത്. ചെറി ബ്ലോസം എന്നത് പൂവിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ജീവിതത്തിലെ നിസ്സാരത എന്ന് പറയുന്നത് ഒരർത്ഥങ്ങളിലൊന്നാണ്. അതായത് ചെറി ബ്ലോസം പൂക്കൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കുള്ളൂ. ഇത് ജീവിതത്തിൻ്റെ താൽക്കാലികതയെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയ തുടക്കം, വസന്തകാലത്തിൻ്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നത് ഇത് പുതിയ തുടക്കങ്ങളുടെ സൂചനയായിട്ട് എടുക്കാറുണ്ട്. അതുപോലെ സൗന്ദര്യവും സമാധാനവും എന്നുള്ള കൺസെപ്റ്റ്, അത് ഈ പൂക്കൾ പ്രകൃതിയെ സൗന്ദര്യം കാണിക്കുന്നതിനും മനസ്സിന് ശാന്തി നൽകുന്നു എന്നുള്ള രീതിയിൽ സിംബോളിക്കായിട്ട് എടുക്കാറുണ്ട്. പൂക്കൾ കാണുന്നതിനുള്ളൊരു ആഘോഷമാണ് ഇവിടെ ഈ ഒരു സമയത്ത്. കുട്ടികളും മുതിർന്നവരും ഒക്കെയായി ചേർന്ന് പാർക്കുകളിലും ചെറി ബ്ലോസങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ആഘോഷത്തോടുകൂടെ കുടുംബത്തോടൊപ്പം വന്ന് അല്ലെങ്കിൽ ഏകാന്തമായിട്ട് വന്നാൽ പോലും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന വലിയൊരു ആഘോഷ സമയമാണിത്. ജപ്പാനിൽ ആണ് ആ ഒരു ട്രഡീഷൻ ആദ്യം വന്നിരുന്നെങ്കിലും ഇപ്പം ഇവിടെ UK-യിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ ഒരു ആഘോഷ ദിവസങ്ങൾ ഈ ചെറിയ പൂക്കളുള്ള സമയത്ത് ഉണ്ടാകുന്നുണ്ട്.